എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026. ആദ്യം തന്നെ ജഡ്ജ്മെൻറ്റ്, കിങ് ഓഫ് ഓഷൻ, ക്വീൻ ഓഫ് ഓഷൻ, Lovers energy, Four of Pentacles, Page of Pentacles energy connections. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം എന്നുള്ള രീതിയിൽ പറയാം. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കൂടുതലായിട്ട് നോക്കിക്കാണുകയാണ്. ഒരു ലൈഫ് നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ അത് ശരിയായിരുന്നു, അല്ലെങ്കിൽ ആ ചെയ്ത കാര്യങ്ങൾ ഇനി എന്തെങ്കിലും തിരുത്തലുകൾ ജീവിതത്തിൽ ആവശ്യമുണ്ടോ, അതിന് കഴിഞ്ഞു പോയ കാലത്തിൽ നിങ്ങൾ സെറ്റായിട്ടുള്ള ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ വരുന്നൊരു സമയമാണ്. അപ്പോൾ ഭൂതകാലത്തിലേക്ക് ഒരു ഉളിയിടൽ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. ഒന്നെന്ന് പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇമോഷണൽ സ്റ്റാറ്റസ് പോലെ, അതായത് ഭൂതകാലത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, അറിയാത്ത ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടവരോ, അല്ലെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ ഇമ്മച്യൂറായിട്ട് ഉള്ള വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ വളരെ നേരത്തെ വിവാഹം കഴിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ ബന്ധങ്ങൾ ആളുകളോട് എങ്ങനെ സഹകരിക്കണം, സംസാരിക്കണം എന്ന് അറിയുന്നുണ്ടാവില്ല, പിടിവാശികൾ കൂടുതൽ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ കൊണ്ടിട്ട് നിങ്ങൾ പല റിലേഷൻഷിപ്പിലും നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവർ അതിനെക്കുറിച്ച് നോക്കിക്കാണുമ്പോൾ ഇനി ഭാവി എങ്ങനെയായിരിക്കണം എന്നുള്ള ചിന്തയിലേക്കാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. അതായത് കഴിഞ്ഞു പോയിട്ടുള്ളത് തെറ്റുകുറ്റങ്ങൾ കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിരുന്നത് കൊണ്ടൊന്നും സംഭവിക്കില്ല. ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ടായിരിക്കണം ഇനി മുന്നോട്ടേക്കുള്ള ജീവിതം എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്നതെങ്കിൽ ആ ഒരു ചേഞ്ച് ഇപ്പോൾ വീണ്ടും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ, കാരണം ഒരിക്കൽ ബിസിനസ്സിൽ പരാജയപ്പെട്ടുകൊണ്ട് വളരെ നെഗറ്റീവ് ഫീലിംഗ് ആണ് അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു ധൈര്യം ഉണ്ടാവില്ല. അതല്ല, നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിന്തകളൊക്കെ മാറ്റി എവിടേക്കാണ് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കി ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് തെറ്റുകുറ്റങ്ങൾ വരാതെ പിന്നെ ബാക്കി ചെയ്യേണ്ടുന്ന റിസർച്ചൊക്കെ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണ് എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകും. എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ. കാരണം ഈ ഒരു രണ്ട് സിറ്റുവേഷൻ പറയുന്നത്, നമ്മളിപ്പോൾ ഇത് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. ഇപ്പോൾ ഓരോരുത്തരുടെയും ജാതക പ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജനിച്ച ദിവസവും സമയവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലുള്ളൊരു വ്യക്തി, ഇപ്പോൾ നിങ്ങൾ അമിതമായിട്ട് അടുത്തിടയ്ക്ക് ചിന്തിക്കാൻ തുടങ്ങുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അതായത് ഞാൻ എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നല്ല രീതിയിൽ പോകും. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. നമ്മളിപ്പോൾ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്നെ ലൈഫിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ടേക്ക് പോകാം. അതായത് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലും റിലേഷൻഷിപ്പിലും. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ സാമ്പത്തിക സിറ്റുവേഷനിലാണ് ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഈ ചേഞ്ചസ് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കൊണ്ടുവരാൻ സാധ്യതയുള്ള മാസമാണ്. അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം നിങ്ങൾക്ക് ഉണ്ടാവും ജീവിതത്തിൽ. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഇവിടെ മറ്റൊരു കാര്യം കിങ് ഓഫ് ഓഷൻ ആൻഡ് ലവേഴ്സ് എനർജിയാണ്. റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഒരു സ്ഥിരതയുള്ളൊരു കുടുംബാന്തരീക്ഷമായിക്കൊള്ളട്ടെ, ബന്ധങ്ങളിൽ നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻ. അടുത്തിടയ്ക്ക് നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി വിവാഹിതരായതോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഒക്കെ സംഭവിച്ചിട്ടുള്ള ആളുകളായിരിക്കും. വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു റിലേഷൻഷിപ്പ് വരുന്നത് നല്ല രീതിയിൽ നിങ്ങളെ കെയർ ചെയ്യുന്ന, തിരിച്ചും അങ്ങോട്ടേക്ക് നിങ്ങൾ കുറച്ചുകൂടി മെച്യൂർ ആവുന്നു, നിങ്ങളും എങ്ങനെയാണ് അടുത്ത ആളുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കെയർ എടുക്കുന്ന എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കുടുംബജീവിതത്തിൽ. അപ്പോൾ ഒരു സെക്കൻഡ് മാരേജ് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഇനി ആ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കാതെ അതിലേക്ക് പോകാം.
കാരണം ഇപ്പോൾ ഒരു കൂട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാവും അടുത്തിടെയായിട്ട്. അപ്പോൾ എനിക്കൊരു കൂട്ട് വേണം, അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളി, എനിക്ക് അതിനുള്ള അവകാശമുണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ മനസ്സിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ഒട്ടും വൈകിക്കേണ്ട. കഴിഞ്ഞ കാലത്തിലെ ഒരു സിറ്റുവേഷൻ അല്ല ഇനി അങ്ങോട്ടേക്ക്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് ലവേഴ്സ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ച് ആ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ പാരൻസും കുട്ടികളുമായിട്ടുള്ള സിറ്റുവേഷൻ കാണിക്കുന്നത്. ഇപ്പോൾ പാരൻസ് ഇപ്പോൾ ചിലപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, എന്തിനും ഏതിനും അവരുടെ ഇഷ്ടങ്ങൾ, തീരുമാനങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ മൂല്യമില്ല എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ളൊരു പാരൻസിൽ നിന്ന് അതായത് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള പാരൻസായിട്ട് നിങ്ങൾ മാറുന്നുണ്ടാവും. അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ അവർ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി സ്ഥിരതയോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കിങ് ഓഫ് ഓഷ്യൻസ് ആൻഡ് ഫോർ ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെപ്പോഴും ഒരു കരിയറിൽ ഒത്തിരി ഉയർച്ച ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ അടുത്തിടയ്ക്കൊന്നും എത്ര ശ്രമിച്ചിട്ടും കരിയറിൽ അങ്ങനെ ഒരു ഉയർച്ച ഒന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ഐഡിയലായിട്ടുള്ളൊരു നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ജോലി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്താം. കാരണം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അസറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയം. അതായത് നിങ്ങളിപ്പോൾ പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ, നിങ്ങളുടേതായിട്ടുള്ള പല കാര്യങ്ങൾ പുതിയതായിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ബൈക്ക് അല്ലെങ്കിൽ ഒരു കാർ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. നല്ലൊരു ഒരു ഫോക്കസ് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പുറത്ത് വരുന്നുണ്ട്. അതേപോലെ ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താനും പറ്റുന്നുണ്ട്. നിങ്ങൾക്കൊരു അതോറിറ്റി, ഒരു പവർ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് സ്വയം മനസ്സിലാക്കുകയും അതേസമയം തന്നെ കരിയറിൽ ഇപ്പോൾ ഒരു മാനേജറൽ പൊസിഷൻ, ഒരു CEO, അതേപോലെ പവറുള്ളൊരു ഹയർ പൊസിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെയാണ് കിങ് ഓഫ് ഓഷ്യൻ ആൻഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയമാണ്. അവസരങ്ങൾ പലതരത്തിലായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ അവസരം എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യത്തിൽ തന്നെ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യം മാത്രമായിരിക്കണം എന്നില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, പ്രതീക്ഷ സബലീകരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു പെൻഡിങ് ജോബ് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്താം. അത് പ്രൊസീഡ് ചെയ്യുന്നുണ്ട്, മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ. പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർട്ടി സിറ്റുവേഷൻ പറഞ്ഞിരുന്നു. നിങ്ങൾ പുതിയ അസറ്റ്സ്, അപ്പോൾ എന്തെങ്കിലും പ്രോപ്പർട്ടി നിങ്ങൾ വിൽക്കുന്നുണ്ടാവാം, വിറ്റ് പുതിയത് വാങ്ങിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു നല്ല പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ കോൺട്രാക്ട്സ് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്വീൻ ഓഫ് കപ്സ് എനർജി ആൻഡ് 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സമയമായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എല്ലാവരിലും ഉള്ള ഒരു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതേ സ്പിരിറ്റിൽ എടുക്കാൻ, നിങ്ങൾ ചില തമാശകളൊക്കെ പറയുന്നുണ്ടാവാം. പക്ഷേ ചില സിറ്റുവേഷനിൽ ചില തമാശകൾ കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള ആളുകളും അത് ആ ഒരു രീതിയിൽ എടുക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ പറയുന്ന കാര്യങ്ങൾ അവർ ആ രീതിയിലല്ല എടുക്കുന്നത് എങ്കിൽ നിങ്ങളും കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ആ ഒരു അങ്ങോട്ടേക്കും ചെറിയ ക്ലാഷൊക്കെ ഉണ്ടാവാം ചില ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. പക്ഷേ അതപ്പോൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഓപ്പണായിട്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് സഹായകരമാകും. കാരണം അത് സ്വയം അവരെ കൺവിൻസ് ചെയ്യുന്നതും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. കാരണം റിലേഷൻഷിപ്പിൽ നല്ലൊരു സമയമായതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരേ സമയം തന്നെ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു തീർക്കുന്നൊരു സിറ്റുവേഷനാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ നേർച്ചറിങ് സൈഡ് വളരെയധികം നല്ല രീതിയിൽ വരുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കെയർ ചെയ്യാൻ വളരെ തൽപരരായിരിക്കും, അല്ലെങ്കിൽ കെയർ ചെയ്യേണ്ടുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ പ്രഗ്നൻസി സിറ്റുവേഷൻ ആവാം, അപ്പോൾ കുട്ടികൾ ഉണ്ടാകുന്ന, അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്ന തീരെ ചെറിയ കുട്ടികൾ, അല്ലെങ്കിൽ പാരൻസ് പ്രായമായിട്ടുള്ളവരാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ, അതിനൊക്കെയുള്ളൊരു സാധ്യത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാർ,
അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ചില കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്നതിൻ്റെ ഒരു തൃപ്തി ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും, അപ്രീസിയേഷനൊക്കെ ലഭിക്കുന്ന ഒരു മാസമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.